ഹായ് എവരിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ ബാച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ബയോളജിയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബയോളജിയിലെ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഷിഫ്റ്റിലും നമുക്കൊരു ആവറേജ് 2 ക്വസ്റ്റ്യൻ, അതായത് 4 മാർക്കാണ് ബയോളജിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നിങ്ങൾ ചെറുതായിട്ടൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ ഈസി ആയിട്ട് ഈ 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ഷിഫ്റ്റിലും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് സ്കെലിറ്റൽ സിസ്റ്റം. അപ്പോൾ ഇന്ന് സ്കെലിറ്റൽ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോൺസും അതിൻ്റെ നമ്പറുമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ നിന്ന് പല ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഇപ്പോൾ മസിൽ എന്ന് പറയുന്ന സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് മസിൽസ്. അപ്പോൾ മസിൽസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബോണും കാർട്ടിലേജുമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ എത്ര ബോണുകളുണ്ട്, ആ ബോണുകളുടെയൊക്കെ പേരെന്താണ്, അവരൊക്കെ എവിടെയാണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ സ്കെലിറ്റൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി തരുന്നത് സ്കെലിറ്റൽ സിസ്റ്റമാണ്. നമ്മളിങ്ങനെ എണീറ്റ് നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ഓവറോൾ ഷേപ്പ് തരുന്നത് എന്താണ്? സ്കെലിറ്റൽ സിസ്റ്റമാണ്. ഈ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക്കലി ബോൺസ് കൊണ്ടുണ്ടാക്കിയ, ബോൺസും അതുപോലെ തന്നെ വളരെ ചെറിയ നമ്പർ ഓഫ് കാർട്ടിലേജുകളും കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. സ്കെലിറ്റൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ ഫ്രെയിം വർക്ക് ഓഫ് ബോൺസ് ആൻഡ് എ ഫ്യൂ കാർട്ടിലേജസ്. ബോൺസിൻ്റെയും കുറച്ച് കാർട്ടിലേജുകളുടെയും ഒരു ഫ്രെയിം വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ ഭാഗം എന്താണ്? ബോൺസ് ഉണ്ടാവും, അതുപോലെ തന്നെ കുറച്ച് കാർട്ടിലേജുകളും ഉണ്ടാവും. ഇനി ബോണും കാർട്ടിലേജും ഏത് ടൈപ്പ് ടിഷ്യൂവിൻ്റെ എക്സാമ്പിൾസ് ആണെന്ന് നമ്മളോട് ചോദിക്കും. എന്താ ചോദിക്കുക? ബോണും കാർട്ടിലേജും ഏത് ടൈപ്പ് ടിഷ്യൂ ആണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബോൺ ആൻഡ് കാർട്ടിലേജസ് ആർ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസ്. എന്താണ്? അവർ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് ബോണുകളും കാർട്ടിലേജുകളും കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്രെയിം വർക്കാണ്. ബോണും കാർട്ടിലേജും സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ എക്സാമ്പിളാണ്. ബോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അസ്ഥികളാണ് അല്ലേ? നമ്മുടെ ശരീരത്തിൽ കാണുന്ന നമ്മുടെ വിരലിൻ്റെ ഇവിടെയൊക്കെയുള്ള അസ്ഥികളാണ് അല്ലേ? എല്ലായിടത്തുള്ള അസ്ഥികളാണ് ബോണ്. കാർട്ടിലേജ് എന്ന് പറഞ്ഞാലും ബോണ് പോലത്തെ ആൾക്കാർ തന്നെയാണ്, പക്ഷെ അവർ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ചെവിയുടെ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ടിലേജ് കൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്കിതിങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? മൂവ് ചെയ്യാൻ പറ്റുന്നത്. മൂക്കിൻ്റെ ടിപ്പ് കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് അല്ലേ? ഈ ടിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാർട്ടിലേജ് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ബോണ് പോലത്തെ ഭാഗങ്ങളാണ് കാർട്ടിലേജ്. ബോണിന് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കട്ടി കൂടുതലായിരിക്കും. അത് മാത്രം നിങ്ങളിപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ട് അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കും, ഒരു അഡൾട്ടായിട്ടുള്ള ഹ്യൂമനിൽ എത്ര അസ്ഥികളുണ്ട്? ഒരു അഡൾട്ടായിട്ടുള്ള ഹ്യൂമൻ ബോഡിയിൽ എത്ര ബോൺസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 206 206 അസ്ഥികളാണ് ഒരു അഡൾട്ട് ഹ്യൂമൻ ബീങ്ങിൻ്റെ ബോഡിയിലുള്ളത്. ഓക്കെ, ഇനി ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റത്തിലേക്ക് നമുക്ക് വരാം. നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റം? ബോണും കാർട്ടിലേജും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ബോണും കാർട്ടിലേജും സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിളാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഒരു അഡൾട്ട് ഹ്യൂമനിൽ 206 അസ്ഥികളുണ്ട്. അഡൾട്ട് ഹ്യൂമൻ എന്ന് എടുത്ത് പറയാനുള്ള കാരണം ഏകദേശം 300ഓളം അസ്ഥികൾ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഉണ്ടാവും. അതിനുശേഷം ഇതിലെ പല അസ്ഥികളും നമ്മൾ മെച്ചോർ ആവുന്ന സമയത്ത് കൂടിച്ചേരും. നമ്മുടെ ഇടുപ്പിലിൻ്റെ ഭാഗത്ത്, തലച്ചോറിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് അസ്ഥികൾ, 2-3 അസ്ഥികൾ കൂടിച്ചേർന്ന് ഓരോ സിംഗിൾ ബോണുകളായിട്ട് മാറും. അപ്പോൾ അതിനുശേഷം ഫൈനലി നമ്മുടെ അഡൾട്ട് ആവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ബാക്കി ഉണ്ടാവുന്നത് 206 അസ്ഥികളാണ്. ഓക്കെ, അതുകൊണ്ടാണ് അഡൾട്ട് ഹ്യൂമൻ്റെ ബോഡിയിൽ 206 ബോൺസ് ആണുള്ളതെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റത്തിനെ തന്നെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റത്തിനെ 2 ആയിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തേതാണ് ആക്സിയൽ സ്കെലിട്ടൺ. ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റത്തിനെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. ആദ്യത്തേത് ആക്സിയൽ സ്കെലിട്ടൺ. ആക്സിയൽ സ്കെലിട്ടൻ്റെ എത്ര ബോൺസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80 ബോൺസ് ഉണ്ട്. ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. ഹ്യൂമന് എത്ര ബോൺസ് ഉണ്ട്? 206. കോമൺ ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ അങ്ങനെ അധികം വന്ന് കാണാറില്ല. പക്ഷേ ഇനി അങ്ങോട്ട് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റത്തിലെ ഈ 206 അസ്ഥികളെയും നമുക്ക് 2 ഗ്രൂപ്പായിട്ട് തിരിക്കാം. ആദ്യത്തെ ഗ്രൂപ്പാണ് ആക്സിയൽ സ്കെലിട്ടൺ. ആക്സിയൽ സ്കെലിട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ മെയിൻ ആക്സിസ് ഫോം ചെയ്യുന്നുണ്ട്. എന്ത് ഫോം ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡിയുടെ മെയിൻ ആക്സിസ്, അതായത് തലയോട്ടി, നമ്മുടെ ഇടുപ്പല്ല സോറി നമ്മുടെ നട്ടെല്ല്. ഓക്കെ, തലയോട്ടിയും ഈ നട്ടെല്ലും എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം അല്ലേ? ആ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആക്സിസ് ഉണ്ടാക്കുന്നത് ആരാണ്? ആക്സിയൽ സ്കെലിട്ടൺ ആണ്. നമ്മുടെ റിബ്സ്,
ബാക്കിലുള്ള വെർട്ടിബ്രൽ കോളം, തലയോട്ടി. നോക്കൂ, ഇത്രയും ഭാഗങ്ങൾ വരും. ഇത് നമ്മുടെ ബാക്ക് ബോൺ ആണെങ്കിൽ ഇവിടെ വരുന്ന ആ നെഞ്ചെല്ലിൻ്റെയൊക്കെ ഭാഗം റിബ്സ് വരും, പിന്നെ തലയോട്ടി. ഇത്രയും ഭാഗങ്ങളെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്സിയൽ സ്കെലട്ടൺ എന്ന് പറയുന്നത്. ആക്സിയൽ സ്കെലട്ടണിൽ എത്ര ബോൺസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80 ബോൺസ് ഉണ്ട്. അടുത്തതാണ് അപ്പൻഡിക്കുലാർ സ്കെലട്ടൺ. അപ്പൻഡിക്കുലാർ സ്കെലട്ടൺ എന്ന് പറയുമ്പോൾ ബാക്കി ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ കൈകളും കാലുകളും പിന്നെ കൈകളെയും കാലുകളെയും ആക്സിയൽ സ്കെലട്ടനുമായിട്ട് ബന്ധിപ്പിക്കുന്ന അസ്ഥികളും. അതായത് ഇപ്പം എൻ്റെ ഈ കൈയെ ഈ ആക്സിയൽ സ്കെലട്ടൻ്റെ ഭാഗമാണ് ഇവിടവുമായിട്ട് യോജിപ്പിക്കുന്ന എന്താണ്? ഇവിടുത്തെ കൈക്കുഴയാണ് അല്ലേ? കൈക്കുഴയാണ് നമ്മളിവിടെ ഊരിപ്പോയെന്നൊക്കെ പറയില്ലേ, ഷോൾഡർ ഊരിപ്പോയെന്നൊക്കെ പറയില്ലേ, ആ ഭാഗമാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ജോയിൻ ചെയ്യുന്ന ഭാഗങ്ങളും കൂടെ എവിടെ വരും? അപ്പൻഡിക്കുലാർ സ്കെലട്ടൻ്റെ ഭാഗമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ സ്കെലട്ടൽ സിസ്റ്റം നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. ആക്സിയൽ സ്കെലട്ടൺ മെയിൻ ആക്സിസ് ആണ്, 80 ബോണുകളുണ്ട്. രണ്ടാമത്തേത് അപ്പൻഡിക്കുലാർ സ്കെലട്ടൺ. അപ്പൻഡിക്കുലാർ സ്കെലട്ടണിൽ മൊത്തം 126 ബോണുകളുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ലിംസും അതുപോലെ തന്നെ ലിംസിനെ നമ്മുടെ മെയിൻ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഗർഡിൽസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇതിൽ ഓരോ ഭാഗമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആക്സിയൽ സ്കെലട്ടനിലേക്ക് വരുമ്പോൾ 80 ബോൺസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, 80 ബോണുകളുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഏതൊക്കെ ഭാഗങ്ങൾ വരും? സ്കള്ള് വരും, അതായത് തലയോട്ടി വരും, വെർട്ടിബ്രൽ കോളം വരും, നമ്മുടെ നട്ടെല്ല് വരും, സ്റ്റേണം വരും. സ്റ്റേണം എന്ന് പറയുമ്പോൾ നമ്മുടെ അസ്ഥികൂടമൊക്കെ നോക്കുന്ന സമയത്ത് നെഞ്ചിൻ്റെ ഭാഗത്ത് ഇങ്ങനൊരു വലിയ അസ്ഥി കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ ഈ ഭാഗത്തായിട്ട് വരുന്ന ഒരു സിംഗിൾ ആയിട്ടുള്ള വലിയ എല്ലുണ്ടാവും ഇവിടെ, അതിനെയാണ് നമ്മൾ സ്റ്റേണം എന്ന് പറയുക. ഇങ്ങനെ വരും സ്റ്റേണം. പിന്നെ റിബ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേണത്തിൽ നിന്ന് വരും, നമ്മൾ നെഞ്ചാങ്കൂടം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ പല നാട്ടിലും പല രീതിയിൽ പറയും. ഇങ്ങനെ വരുന്ന ഈ അസ്ഥികളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിബ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത്രയും അസ്ഥികളാണ് ബേസിക്കലി എന്തിൻ്റെ ഭാഗമായിട്ട് വരിക? ആക്സിയൽ സ്കെലട്ടൻ്റെ ഭാഗമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ എന്തൊക്കെ വരും? സ്കള്ള് വരും, വെർട്ടിബ്രൽ കോളം വരും, സ്റ്റേണം വരും, റിബ്സ് വരും. ഓക്കെ, അപ്പോൾ ആക്സിയൽ സ്കെലട്ടൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ ഓരോ ഭാഗത്തിനുമുള്ള ബോണുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് സ്കള്ളാണ്. സ്കള്ളിൽ മെയിനായിട്ട് 2 സെറ്റ് ഓഫ് ബോണുകളാണുള്ളത്. ആദ്യത്തേത് ക്രേനിയൽ ബോൺസും രണ്ടാമത്തേത് ഫേഷ്യൽ ബോൺസും. എന്തൊക്കെയുണ്ട്? സ്കള്ളിൽ ക്രേനിയൽ ബോൺസും ഉണ്ട്, ഫേഷ്യൽ ബോൺസും ഉണ്ട്. ക്രേനിയൽ ബോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തലയോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഭാഗമാണ് ക്രേനിയൽ ബോൺസ്. ഫേഷ്യൽ ബോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് വരുന്ന അസ്ഥികളാണ്. ഓക്കെ, അപ്പോൾ ക്രേനിയൽ ബോൺസും ഉണ്ട്, ഫേഷ്യൽ ബോൺസും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? നമ്മുടെ സ്കള്ള് ഫോം ചെയ്യുന്നത്. സ്കള്ളിൽ എന്തൊക്കെയുണ്ട്? ക്രേനിയൽ ബോൺസും ഉണ്ട്, ഫേഷ്യൽ ബോൺസും ഉണ്ട്. രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 22 ബോണുകളാണ് ടോട്ടൽ നമ്മുടെ സ്കള്ളിലുള്ളത്. എത്ര ബോണുകളുണ്ട്? ടോട്ടൽ 22 ബോണുകളാണ് നമ്മുടെ സ്കള്ളിലുള്ളത്. ടോട്ടൽ എത്ര ബോൺസ് വരുന്നുണ്ട്? 22 ബോൺസ് ആണ് സ്കള്ളിൽ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്രേനിയൽ ബോൺസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 എണ്ണമാണ്. ക്രേനിയൽ ബോൺസ് എത്ര എണ്ണമാണ്? 8 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഫേഷ്യൽ ബോൺസ് എത്ര എണ്ണം വരും? 14 എണ്ണം വരും അല്ലേ? ക്രേനിയൽ ബോൺസ് 8ഉം ഫേഷ്യൽ ബോൺസ് 14. എണ്ണം, നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കള്ള്, ക്രേനിയൽ ബോൺസും ഫേഷ്യൽ ബോൺസും ഉണ്ട്. രണ്ടും കൂടെ കൂട്ടി 22 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നമ്മുടെ ക്രേനിയൽ ബോൺസ് അല്ലെങ്കിൽ തലയോട്ടിയുടെ ഭാഗത്ത് വരുന്നത് 8 ബോൺസ് ആണ്. ഇനി ഫേഷ്യൽ ബോൺസ്, ഫേസിൻ്റെ ഭാഗത്ത് വരുന്നത് 14 ബോണുകളാണ്. 14 ബോണുകളാണ്. അത്രയും നമ്മൾ പഠിച്ചു. നമുക്ക് ഫേഷ്യൽ ബോൺസിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നത് ക്രേനിയൽ ബോൺസ് ആണ്. അപ്പോൾ ക്രേനിയൽ ബോൺസ് ഏതൊക്കെയാണ്, അതിൻ്റെ എണ്ണം എത്രയാണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. നമുക്കിതിനകത്ത് ആദ്യം വരുന്നത് ഫ്രോണ്ടൽ ബോണാണ്. ഫ്രോണ്ടൽ ബോൺ, ഈ മഞ്ഞ ഭാഗം, ഇതാണ് ഫ്രോണ്ടൽ ബോൺ എന്ന് പറയുന്നത്. ഫ്രോണ്ടൽ ബോൺ നമ്മുടെ ഈ നെറ്റിയുടെ ഈ ഭാഗത്ത് വരുന്ന ഫ്രോണ്ടൽ ബോൺ, ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന ബോണാണ് ഫ്രോണ്ടൽ ബോൺ. എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണമാണുള്ളത്. ഫ്രോണ്ടൽ ബോൺ ഒരെണ്ണം. അടുത്തതാണ് പരേറ്റൽ ബോൺസ്. പരേറ്റൽ ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഈ ഭാഗത്ത് വരും 2 എണ്ണം ഉണ്ട്. അതായത് ഇങ്ങനെ ഒരു ഹാഫ് വരും. നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു ഹാഫ് വരും, ഇപ്പുറത്തെ സൈഡിലും ഒരു ഹാഫ് വരും അല്ലേ? ഇങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, നടുക്ക് വകുപ്പെടുക്കുന്ന പോലെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പുറത്തൊരു ഹാഫ് വരും, ഇപ്പുറത്തൊരു ഹാഫ് വരും. ഇപ്പോൾ മൊത്തം എത്ര എണ്ണം ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും അല്ലേ? 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഫ്രോണ്ടൽ ബോൺ 1, പരേറ്റൽ ബോൺ എത്ര എണ്ണം വരും? 2 എണ്ണം വരും. പരേറ്റൽ ബോൺ എത്ര എണ്ണം വരും? 2 എണ്ണം വരും. അത് കഴിഞ്ഞ് വരുന്നതാണ് ടെമ്പറൽ ബോൺസ്.
ടെമ്പറൽ ബോൺസ് ഇതാ നമ്മുടെ ചെവിയുടെ അടുത്തിരിക്കുന്ന ബോണാണ്. ചെവിയുടെ അടുത്തിരിക്കുന്ന ബോണാണ് എന്തെന്ന് പറയുന്നത്? ടെമ്പറൽ ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പുറത്തെ ചെവിയുടെ അടുത്ത് ഒരെണ്ണം കാണും, ഇപ്പുറത്തെ ചെവിയുടെ അടുത്തും ഒരെണ്ണം കാണും. എത്ര എണ്ണം വന്നു? 2 എണ്ണം വന്നു. അപ്പോൾ ഫ്രോണ്ടൽ ബോൺ 1, പാരേറ്റൽ ബോൺസ് 2 എണ്ണം കാണും. ചെവിയുടെ അടുത്ത് വരും ടെമ്പറൽ ബോൺസ് 2 എണ്ണം കാണും. ഇനി അടുത്ത് വരുന്നതാണ് ഒസിപ്പിറ്റൽ ബോൺ. എന്താണ് ഒസിപ്പിറ്റൽ ബോൺ? ഒസിപ്പിറ്റൽ ബോൺ ആണ് ഈ ഏറ്റവും താഴെയുള്ള ബോൺ. ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഒസിപ്പിറ്റൽ ബോൺ. നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന ബോണാണ് എന്തെന്ന് പറയുന്നത്? ഒസിപ്പിറ്റൽ ബോൺ എന്ന് പറയുന്നത്. ഒസിപ്പിറ്റൽ ബോൺ എത്ര എണ്ണമാണ്? ഒരെണ്ണമാണ്. പിന്നെ ഉള്ളത് സ്ഫീനോയിഡ് ബോൺ ആണ്. എന്താണ് സ്ഫീനോയിഡ് ബോൺ? അതും എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണമുണ്ട്. സ്ഫീനോയിഡ് ബോൺ 1. അടുത്ത് വരുന്നത് എത്തിമോയിഡ് ബോൺ ആണ്. എത്തിമോയിഡ് ബോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ബാക്കിലായിട്ട് വരും, കൺകുഴിക്കകത്തായിട്ട് വരും എത്തിമോയിഡ് ബോൺ. അതും ഒരെണ്ണം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ക്രേനിയൽ ബോൺസ് 8 എണ്ണം, ഫ്രോണ്ടൽ 1, പാരേറ്റൽ 2, ടെമ്പറൽ 2, ഒസിപ്പിറ്റൽ ഒരെണ്ണം, സ്ഫീനോയിഡ് ഒരെണ്ണം, അതുപോലെ തന്നെ എത്തിമോയിഡ് ഒരെണ്ണം. സ്ഫീനോയിഡ് ഒരെണ്ണം, അതുപോലെ തന്നെ എത്തിമോയിഡ് ഒരെണ്ണം. ഇത്രയുമാണ് നമ്മുടെ ക്രേനിയൽ ബോൺസ് വരുന്നത്. മൊത്തം എത്ര എണ്ണം വന്നു? മൊത്തം 8 എണ്ണം വന്നു. ഇനി ഫേഷ്യൽ ബോൺസ് നമ്മൾ പറഞ്ഞു എത്ര എണ്ണം ഉണ്ടോ? ഫേഷ്യൽ ബോൺസ് 14 എണ്ണം ഉണ്ടെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഫേഷ്യൽ ബോൺസിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ബോണാണ് നമ്മുടെ ഹയോയിഡ് എന്ന് പറയുന്ന ബോൺ. എന്താണ് ഹയോയിഡ് എന്ന് പറയുന്ന ബോൺ? സോ ഇറ്റ് ഈസ് എ സിംഗിൾ യു ഷേപ്ഡ് ബോൺ കോൾഡ് ഹയോയിഡ് is present at the base of the buccal cavity and is also included in the skull. നമ്മുടെ സ്കള്ളിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ തലയോട്ടിയുടെ ഭാഗമായിട്ട് ബക്കൽ ക്യാവിറ്റി നമ്മൾ വായുടെ താഴെയായിട്ട് ഈ താഴിയലിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന ഒരു അസ്ഥിയാണ് എന്തെന്ന് പറയുന്നത്? ഹയോയിഡ് ബോൺ. ഇവിടെ വരുന്ന യു ഷേപ്പിലുള്ള ഒരു ബോണാണ് ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത്. ഈ ഹയോയിഡ് ബോണിനെയും എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ സ്കള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ മിഡിൽ ഇയറിൽ ചെവിക്കകത്ത് 3 അസ്ഥികളുണ്ട് അല്ലേ? മിഡിൽ ഇയറിലും 3 അസ്ഥികളുണ്ട്. ഏതൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ്. ഈ 3 പേരെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് പറയും? ഇയർ ഓസിക്കിൾസ് എന്ന് പറയും. 3 പേരെയും കൂടെ കൂട്ടിയിട്ട് എന്ത് പറയും? ഇയർ ഓസിക്കിൾസ് എന്ന് പറയും. പ്രത്യേകത, നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും ചെറിയ അസ്ഥികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇയർ ഓസിക്കിൾസ് എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ ഒന്നുകിൽ ഇയർ ഓസിക്കിൾസ് എന്ന് ജനറലി ഇവരെ 3 പേരെയും പറഞ്ഞിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേപ്പസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇവർ 3 പേരിലും തന്നെ ഏറ്റവും ചെറുതാരാണ്? സ്റ്റേപ്പസ് ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ നോക്കാം, അതിനുശേഷം അടുത്ത ഏരിയയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മുടെ സ്കള്ളിൽ മൊത്തം 22 ബോൺസ് ഉണ്ട്. ക്രേനിയൽ ബോൺസും ഫേഷ്യൽ ബോൺസും. ക്രേനിയൽ ബോൺസ് 8 എണ്ണം, ഫേഷ്യൽ ബോൺസ് 14 എണ്ണം. ക്രേനിയൽ ബോൺസിൻ്റെ പേരും എണ്ണവും നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഫ്രോണ്ടൽ 1, പാരേറ്റൽ 2, ടെമ്പറൽ 2, ഒസിപ്പിറ്റൽ 1, സ്ഫീനോയിഡ് 1, എത്തിമോയിഡ് 1. ഓക്കെ, ഫേഷ്യൽ ബോൺസ് 14 ഉണ്ടെന്ന് പറഞ്ഞു. ഈ കൂട്ടത്തിൽ തന്നെ വരുന്നതാണ് മറ്റ് 2 ബോൺസ്. അതായത് നമ്മുടെ ബക്കൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ വായയുടെ താഴെയായിട്ട് വരുന്ന യു ഷേപ്പുള്ളൊരു ബോണ്. യു ഷേപ്പുള്ളൊരു ബോണ്. ഇതിൻ്റെ പേരാണ് എന്ത്? ഹയോയിഡ് ബോൺ. നമ്മുടെ ബക്കൽ ക്യാവിറ്റിയുടെ ബേസിൽ വരുന്ന യു ഷേപ്പുള്ള ബോണിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. എന്താണ്? ഹയോയിഡ് ബോൺ. ഓക്കെ, ഹയോയിഡ് ബോൺ അത് പഠിക്കുക. അടുത്ത് ചെവിക്കുള്ളിൽ 3 വീതം 6 അസ്ഥികളുണ്ട്. ഇവിടെ 3, ഇവിടെ 3, ഓരോ ചെവിക്കകത്തും 3 വീതം 6 അസ്ഥികളുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ജനറലി എന്ത് വിളിക്കും? 3 പേരെയും കൂടെ കൂട്ടിയിട്ട് വിളിക്കും, ഇയർ ഓസിക്കിൾസ് എന്ന് വിളിക്കും. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇയർ ഓസിക്കിൾസ് ആണ്. 3 ആൾക്കാർ വരും, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ്. ആരൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ്. ബയോളജി പഠിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിനകത്ത് ഒരേ ഒരു ബുദ്ധിമുട്ട് വരുന്നത് നമുക്ക് പുതിയ ഒരുപാട് വാക്കുകൾ വരും, ടേംസ് ഒരുപാട് പുതിയതായിട്ട് വരും. അപ്പം അതാണ് നമ്മൾ ബയോളജി പഠിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ട് തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. കേട്ട് പെട്ടെന്ന് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പസ് എന്ന് പറയുന്ന
3 അസ്ഥികൾ കാണും. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ചെറിയ അസ്ഥികൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇയർ ഓസിക്കിൾസ് ആണ്. ഇനി പേരെടുത്ത് തരുവാണ് മാലിയസ്, ഇൻകസസ്, സ്റ്റേപ്പസ് എന്ന് ഓപ്ഷൻസിൽ പേരെടുത്ത് തരുവാണെങ്കിൽ ഏറ്റവും ചെറിയത് ആരാണെന്ന് പറയണം? സ്റ്റേപ്പസ് ആണെന്ന് പറയണം. ഏറ്റവും ചെറിയത് ആരാണ്? സ്റ്റേപ്പസ് ആണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ സ്കള്ള് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെർട്ടിബ്രൽ കോളമാണ്. വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടെല്ല്. സ്കള്ള് കഴിഞ്ഞു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടെല്ലാണ്. അപ്പോൾ വെർട്ടിബ്രൽ കോളത്തിനകത്ത് എത്ര അസ്ഥികളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോട്ടലായിട്ട് വെർട്ടിബ്രൽ കോളത്തിനകത്ത് എത്ര അസ്ഥികളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 26 എണ്ണം, 26 വെർട്ടിബ്രകളെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. 26 വെർട്ടിബ്രേ. ദാ ഈ കാണുന്നതാണ് വെർട്ടിബ്രൽ കോളം. 26 വെർട്ടിബ്രയെ ഒന്നിന് താഴെ ഒന്നായിട്ട് സീരിയലി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 26 വെർട്ടിബ്രകൾ. എത്രയാണ്? 26 വെർട്ടിബ്രകളെ ഒന്നിന് താഴെ ഒന്നായിട്ട് ദാ ഈ കാണുന്നത് പോലെ സീരിയലി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കും ഫസ്റ്റ് വെർട്ടിബ്രയുടെ പേരെന്താണ്? ഫസ്റ്റ് വെർട്ടിബ്ര അല്ലെങ്കിൽ നമ്മൾ അതിനെ C1 എന്ന് പറയും. ഫസ്റ്റ് വെർട്ടിബ്ര അല്ലെങ്കിൽ C1 എന്ന് പറയും. അതിൻ്റെ പേര് ചോദിക്കും. അതാണ് അറ്റ്ലസ്. ഫസ്റ്റ് വെർട്ടിബ്ര അല്ലെങ്കിൽ C1ൻ്റെ പേരാണ് എന്ത്? അറ്റ്ലസ്. നമ്മുടെ ഫസ്റ്റ് വെർട്ടിബ്രയുടെ പേരെന്താണ്? അറ്റ്ലസ്. C1 എന്നാണ് ഫസ്റ്റ് വെർട്ടിബ്ര. സെർവിക്കൽ റീജിയൻ ആണിത്. സെർവിക്കൽ റീജിയൻ, കഴുത്തിൻ്റെ ഭാഗം. അപ്പോൾ ആ സെർവിക്കലിൻ്റെ C ആണ് പറയുക. C1 ആണ് എന്തെന്ന് പറയുന്നത്? അറ്റ്ലസ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വെർട്ടിബ്രയുടെ പേരും നമ്മളോട് ചോദിക്കും. രണ്ടാമത്തെ വെർട്ടിബ്ര അല്ലെങ്കിൽ C2, അതിൻ്റെ പേരാണ് ആക്സിസ്. അപ്പോൾ സെർവിക്കൽ റീജിയനിൽ, അതായത് കഴുത്തിൻ്റെ ഭാഗത്തുള്ള ആദ്യത്തെ അസ്ഥിയുടെ പേര് അറ്റ്ലസ്, രണ്ടാമത്തെ അസ്ഥിയുടെ പേരെന്താണ്? ആക്സിസ്. ഓക്കെ, കഴുത്തിലുള്ള ആദ്യത്തെ അസ്ഥിയുടെ പേരെന്താണ്? അറ്റ്ലസ്, C1. C2ൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ആക്സിസ് എന്ന് പറയുന്നത്. മൊത്തം 26 എണ്ണമുണ്ട്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഈ റെഡ് കളറിൽ കാണുന്നതാണ് സെർവിക്കൽ റീജിയൻ. സെർവിക്കൽ റീജിയനിൽ മൊത്തം 7 കശേരുക്കൾ അല്ലെങ്കിൽ 7 പാർട്ടുകളാണുള്ളത്. നമ്മൾ C1, C2 എന്ന് പറഞ്ഞതുപോലെ C1 മുതൽ C7 വരെ ഉണ്ട്. 7 എണ്ണമുണ്ട്. ഓക്കെ, അപ്പോൾ സെർവിക്കൽ റീജിയനിൽ മൊത്തം എത്ര ആൾക്കാരുണ്ട്? 7 വെർട്ടിബ്രൽ കോളംസ് അറേഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം എന്ന് പറയാൻ പറ്റില്ല, കോളം എന്ന് പറഞ്ഞാൽ മൊത്തമാണ് 7 വെർട്ടിബ്രയെ, ഓരോ യൂണിറ്റിനും നമുക്ക് വെർട്ടിബ്രേ എന്ന് വിളിക്കാം. 7 വെർട്ടിബ്രയെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ? കഴുത്തിൻ്റെ ഭാഗത്ത്. അപ്പോൾ സെർവിക്കൽ റീജിയനിൽ 7 എണ്ണം. അതിന് താഴെ വരുന്നതാണ് തൊറാസിക് റീജിയൻ. സെർവിക്സ് നമ്മുടെ ഈ ഭാഗമാണ്. അതിനുശേഷം നമ്മുടെ ഈ നെഞ്ചൊക്കെ വരുന്ന മെയിൻ ബോഡി വരുന്ന ഭാഗം, ഇത്രയും ഭാഗം, ഇതിനെയാണ് നമ്മൾ തൊറാസിക് റീജിയൻ എന്ന് പറയുക. തൊറാസിക് റീജിയൻ. തൊറാസിക് റീജിയനിൽ 12 എണ്ണം വരും. തൊറാസിക് റീജിയനിൽ 12 എണ്ണം വരും. ഓക്കെ, ഇനി അതിൻ്റെ താഴെ വരുന്ന റീജിയനാണ് ലംബാർ റീജിയൻ. തൊറാസിക് റീജിയന് താഴെ വരുന്ന റീജിയനാണ് ലംബാർ റീജിയൻ. ഓക്കെ, അപ്പോൾ ഈ ലംബാർ റീജിയൻ്റെ പ്രത്യേകത, തൊറാസിക് റീജിയന് താഴെ, അതായത് നമ്മൾ ഈ നടുവേദനയൊക്കെ എടുക്കുന്ന പറഞ്ഞ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തിനെയാണ് നമ്മൾ ലംബാർ റീജിയൻ എന്ന് പറയുക. അപ്പം ഇവിടെ എല്ലെന്ന് കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് വയസ്സായവർക്കോ അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ കസിൻസിനോ ആർക്കെങ്കിലും, ഇപ്പം ഇതിന് പ്രായമൊന്നുമില്ലല്ലോ, തേയ്മാനമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പറയും L4നും L5നും ഇടയിലാണ് തേയ്മാനം, അല്ലേ? ഡിസ്കിന് പ്രശ്നം വരുമ്പോഴൊക്കെ എപ്പോഴും പറയുന്നത് ഈ എല്ലെന്ന് പറയുന്ന ഒരു വാക്ക് കൂട്ടിയിട്ടാണ്. ഈ എല്ലെന്ന് പറയുന്നത് ലംബാറിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അതായത് നമുക്ക് നടുവേദനയൊക്കെ എടുക്കുമെന്ന് പറയുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ലംബാർ റീജിയൻ എന്ന് പറയാം. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗം സെർവിക്കൽ റീജിയൻ, അവിടെ 7 എണ്ണമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ മുതൽ ഈ ഒരു മെയിൻ, നമ്മുടെ ബാക്കിൻ്റെ മെയിൻ ഭാഗം വരുന്നത് ഇത്രയും ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? തൊറാസിക് റീജിയൻ. 12 കശേരുക്കളുണ്ട്. അതിന് താഴെ ലംബാർ റീജിയൻ, ഈ മഞ്ഞ കളർ ഭാഗം, അവിടെ 5 എണ്ണമുണ്ട്. അതിനുശേഷം വരുന്നതാണ് സാക്രൽ റീജിയൻ. ഇവിടെ കാണാം ഗ്രീൻ കളറിലാണ് സാക്രം. സാക്രം ഒരെണ്ണമേ ഉള്ളൂ. പക്ഷെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ 5 അസ്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. സാക്രം ഒരെണ്ണമേ ഉള്ളൂ. പക്ഷേ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ 5 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ 5 വെർട്ടിബ്രകൾ നമ്മൾ അഡൽട്ട് ആവുന്ന സമയത്ത് ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്?
സാക്രം ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാക്രൽ റീജിയൻ ഫോം ചെയ്തിരിക്കുന്നത് 5 അസ്ഥികൾ ഫ്യൂസ് ചെയ്ത് ഒന്നായിട്ടാണ്. അപ്പോൾ നമ്മളോട് സാക്രൽ റീജിയനിൽ എത്ര വെർട്ടിബ്രേ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെന്ന് തന്നെ ആൻസർ എഴുതുക. പക്ഷേ എത്ര വെർട്ടിബ്രേകൾ ഫ്യൂസ് ചെയ്തിട്ടാണ്, എത്ര വെർട്ടിബ്രേകൾ ഫ്യൂസ് ചെയ്തിട്ടാണ് സാക്രൽ റീജിയൻ ഫോം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 എണ്ണമാണ്. ഇനി അതിൻ്റെ താഴെ വരുന്നതാണ് കൊസീജിയൽ റീജിയൻ. ഏതാണ് കൊസീജിയൽ റീജിയൻ? അവിടെയും ഉള്ളത് ഒരേ ഒരെണ്ണമാണ്, അതും ഫ്യൂസ്ഡ് ആണ്. 4 വെർട്ടിബ്രേകൾ ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? കൊസീജിയൽ റീജിയൻ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വെർട്ടിബ്രൽ കോളം 26 വെർട്ടിബ്രേകളെ ഒന്നിനു താഴെ ഒന്നായിട്ട് സീരിയലി അറേഞ്ച് ചെയ്താണ് വെർട്ടിബ്രൽ കോളം ഫോം ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ വെർട്ടിബ്രേ, കഴുത്തിലുള്ള ആദ്യത്തെ വെർട്ടിബ്രേ നമ്മൾ വിളിക്കും അറ്റ്ലസ്, രണ്ടാമത്തെ വെർട്ടിബ്രേ നമ്മൾ വിളിക്കും ആക്സിസ്. സെർവിക്കൽ റീജിയൻ കഴുത്തിൻ്റെ ഭാഗത്ത് 7 എണ്ണമാണുള്ളതെന്ന് പറഞ്ഞു. അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യന്മാരടക്കമുള്ള എല്ലാ മാമൽസിനും കഴുത്തിൻ്റെ ഭാഗത്ത് സെർവിക്കൽ റീജിയനിൽ 7 വെർട്ടിബ്രേ തന്നെയാണുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ കുഞ്ഞു കഴുത്തിലും 7 വെർട്ടിബ്രേ ആണുള്ളത്. ഒരു ജിറാഫിൻ്റെ കഴുത്തെടുത്താലും അവിടെ എത്ര വെർട്ടിബ്രേ ആണുള്ളത്? അത്ര നീളമുള്ള ജിറാഫിൻ്റെ കഴുത്തിലും 7 വെർട്ടിബ്രേ ആണുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മാമൽസിൻ്റെയും കഴുത്തിൽ എത്ര വെർട്ടിബ്രേ ആണുള്ളത്? 7 വെർട്ടിബ്രേ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ സെർവിക്കൽ റീജിയനിൽ 7, താഴെ തൊറാസിക് റീജിയനിൽ 12, അത് കഴിഞ്ഞ് ലംബാർ റീജിയൻ 5, അത് കഴിഞ്ഞ് സാക്രൽ റീജിയനിൽ 5 വെർട്ടിബ്രേ ഫ്യൂസ് ചെയ്ത് ഇപ്പോൾ ഒരു വെർട്ടിബ്രേ ആയിട്ടാണ് അഡൾട്ടിൽ കാണപ്പെടുന്നത്. ഏറ്റവും താഴെ വരുന്ന ഭാഗമാണ് ഈ കുഞ്ഞു വാല് പോലെ കാണുന്ന ഭാഗമാണ് കൊസീജിയൽ റീജിയൻ. അവിടെയും 4 എണ്ണം ഫ്യൂസ് ചെയ്തിട്ട് ഒന്നായിട്ട് മാറി. ഓക്കെ, ഇത്രയും പഠിക്കുക. അതുപോലെ തന്നെ എല്ലാ മാമൽസിൻ്റെയും അല്ലേ സെർവിക്കൽ വെർട്ടിബ്രയുടെ എണ്ണം 7 ആണെന്നും കൂടെ നിങ്ങൾ പഠിക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് നോക്കുന്നത് വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഫങ്ഷനാണ്. അപ്പോൾ നമുക്കറിയാം അതെന്തു ചെയ്യുന്നുണ്ട്? സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? വെർട്ടിബ്രൽ കോളമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇത് നമ്മുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിയെ ഫുള്ള്. ഈ ഒരു എന്താ പറയുക, നമ്മുടെ ബോഡിയെ മൊത്തം ഈ ഒരു പോസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തലയെയും ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്നതും തലയെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതും ആരാണ്? വെർട്ടിബ്രൽ കോളമാണ്. നമ്മൾ കുട്ടികളൊക്കെ തല നേരെ വെക്കാത്തപ്പോൾ പറയും കഴുത്തുറച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യാൻ ഏബിൾ ആവുന്നത് വരെ നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? കഴുത്തിനൊരു സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ തലയെ ബോഡിയുമായിട്ട് ചേർത്ത് നിർത്തുന്നതും തലയ്ക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നതും ആരാണ്? നമ്മുടെ വെർട്ടിബ്രൽ കോളമാണ്. അപ്പോൾ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഓരോ വെർട്ടിബ്രയുടെയും നടുക്കൊരു കുഞ്ഞു ഹോളുണ്ട്. ഈ ഹോളിൽ കൂടെ താഴോട്ടാണ് നമ്മുടെ സ്പൈനൽ കോഡ് പോകുന്നത്. തലച്ചോറിൽ നിന്നുള്ള നെർവിൻ്റെ കണക്ഷനാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അത് പോകുന്നത് ഈ ഹോളിൽ കൂടെയാണ്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ വെർട്ടിബ്രയാണ്. അതിൻ്റെ കൂടെ തന്നെ ഹെഡിന് ഒരു അറ്റാച്ചിങ് പോയിന്റ്, ഒരു പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ തലയെയും വെർട്ടിബ്ര നമ്മുടെ മെയിൻ ബോഡിയെയും തമ്മിൽ സപ്പോർട്ട് ചെയ്യുന്നതും കണക്ട് ചെയ്യുന്നതും എല്ലാം ആര് തന്നെയാണ്? നമ്മുടെ വെർട്ടിബ്രൽ കോളമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് വരുന്ന റിബ്സ് ആണ്. ഓക്കെ, അപ്പോൾ റിബ്സ് എന്ന് പറയുന്നത് മൊത്തം 12 പെയറാണുള്ളത്. റിബ്സ് എത്ര എണ്ണമുണ്ട്? 12 പെയറുണ്ട്. ഓക്കെ, 12 പെയർ എന്ന് പറയുമ്പോൾ ഒരു പെയർ എന്ന് വെച്ചാൽ 2 എണ്ണമാണ്. അപ്പോൾ മൊത്തം 12 പെയറാണ്. ഓരോ സൈഡിലും നമ്മുടെ ഇവിടെ വരുന്ന ഈ മെയിൻ അസ്ഥിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേർണം. ഈ ഭാഗത്തുള്ള മെയിൻ അസ്ഥി, നടുക്ക് കാണുന്ന ഈ വലിയ അസ്ഥിയെ വിളിക്കുന്ന പേര് സ്റ്റേർണം. ഈ സ്റ്റേർണത്തിൽ നിന്ന് ഇതൊരു പെയർ, ഇത് രണ്ടാമത്തെ പെയർ, ഇത് മൂന്നാമത്തെ പെയർ, അങ്ങനെ മൊത്തം 12 പെയറുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ 12 പെയറിലെ ആദ്യത്തെ 7 പെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൂ റിബ്സ്. 12 പെയർ നമുക്ക് റിബുകളുണ്ട്, വാരിയല്ലുകൾ 12 പെയറുണ്ട്. അതിലെ ആദ്യത്തെ 7 പെയറിനെയും നമ്മൾ എന്ത് വിളിക്കും? ട്രൂ റിബ്സ് എന്ന് വിളിക്കും. ആദ്യത്തെ 7 പെയറിനെയും നമ്മൾ എന്ത് വിളിക്കും? ട്രൂ റിബ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ട്രൂ റിബ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഡോർസലി അറ്റാച്ച്ഡ് ടു ദ തൊറാസിക് വെർട്ടിബ്രേ. അവർ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ
നോക്കി ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഭാഗമാണ് തൊറാസിക് വെർട്ടിബ്രേ. ഇവിടെ എത്ര എണ്ണമുണ്ട്? 12 തൊറാസിക് വെർട്ടിബ്രേ ഉണ്ട്. അപ്പോൾ ഓരോ വെർട്ടിബ്രയിൽ നിന്നും ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ, ഇങ്ങനെ ഓരോ പെയർ എമർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ഡോർസലി തൊറാസിക് വെർട്ടിബ്രേ ആയിട്ടും അതുപോലെ തന്നെ വെൻട്രലി, ഡോർസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡാണ്, ഡോർസൽ ഭാഗത്ത് അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ തൊറാസിക് വെർട്ടിബ്രേ ആയിട്ടും അതുപോലെ തന്നെ വെൻട്രൽ ഭാഗം, അതായത് ഫ്രണ്ട്, നമ്മുടെ ഹൃദയം ഇരിക്കുന്ന ഭാഗത്തെയാണ് വെൻട്രൽ പോർഷൻ എന്ന് പറയാം, നമുക്ക് ഫ്രണ്ടിലാണ് അതുള്ളത്. അപ്പോൾ നമ്മുടെ വെൻട്രൽ പോർഷനിൽ സ്റ്റേണത്തിലും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മൊത്തം 12 പേരുള്ളതിൽ ആദ്യത്തെ 7 പേരിനെ നമ്മൾ എന്ത് വിളിക്കും? ട്രൂ റിബ്സ് എന്ന് വിളിക്കും. മൊത്തമുള്ള 12 പേരിൽ ആദ്യത്തെ 7 പേരിനെ നമ്മൾ ട്രൂ റിബ്സ് എന്ന് വിളിക്കും. ദേ ആർ ഡോർസലി അറ്റാച്ച്ഡ് ടു ദ തൊറാസിക് വെർട്ടിബ്രേ, ഡോർസൽ ഭാഗത്ത് തൊറാസിക് വെർട്ടിബ്രേ ആയിട്ടും ആൻഡ് വെൻട്രലി കണക്റ്റഡ് ടു ദ സ്റ്റേണം, വെൻട്രലി അല്ലെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ സ്റ്റേണമായിട്ടും അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നു. ഇവരെ നമ്മൾ എന്ത് വിളിക്കും? ആദ്യത്തെ 7 പേരെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ ട്രൂ റിബ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അതിനുശേഷം വരുന്ന 8, 9, 10, അതിനുശേഷം വരുന്ന 8, 9, 10 റിബ്സുകളെ, 7-ന് ശേഷം വരുന്ന 8, 9, 10 അവരെ നമ്മൾ വിളിക്കും ഫോൾസ് റിബ്സ്. നമ്മൾ എന്ത് വിളിക്കും? ഫോൾസ് റിബ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ വെർട്ടിബ്രോ കോണ്ടൽ റിബ്സ് എന്ന് വിളിക്കും. വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് അല്ലെങ്കിൽ ഫോൾസ് റിബ്സ് നമ്മൾ വിളിക്കുന്നത് 8th, 9th ആൻഡ് 10th പെയറിനെയാണ്. അപ്പോൾ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്റ്റേണവുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യില്ല, നമ്മുടെ ഇവിടെയുള്ള വലിയ അസ്ഥിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യത്തില്ല. 7th റിബ്, നമ്മൾ ട്രൂ റിബ് എന്ന് പറഞ്ഞ അവസാനത്തെ 7th റിബിൻ്റെ ഭാഗമായിട്ട്, ഓക്കെ, ഇതാണ് നമ്മുടെ 7th റിബെങ്കിൽ ഈ 7th റിബിൽ നിന്നും ഇങ്ങനെ ചിറവുകൾ പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രാഞ്ച് പോലെയാണ് 8, 9, 10 റിബുകൾ കാണപ്പെടുക. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇവരെ എന്ത് വിളിക്കും? ഫോൾസ് റിബ് എന്ന് വിളിക്കും. അത് കഴിഞ്ഞ് വരുന്ന 11, 12 ലാസ്റ്റ് 2 പേർ അവരെ നമ്മൾ വിളിക്കുന്നത് ഫ്ലോട്ടിംഗ് റിബ്സ് എന്നാണ്. 11ാമത്തെയും 12ാമത്തെയും പെയറിനെ നമ്മൾ എന്ത് വിളിക്കും? ഫ്ലോട്ടിംഗ് റിബുകൾ എന്ന് വിളിക്കും. ഇവരെ ഫ്ലോട്ടിംഗ് റിബ് എന്ന് വിളിക്കാൻ കാരണം ഇവരെ വെൻട്രൽ പോർഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ഇതാണ് നമ്മുടെ സ്റ്റേണമെങ്കിൽ ആദ്യത്തെ 7 പേർ ഡയറക്റ്റ് ആയിട്ട് ഫ്രണ്ടിൽ സ്റ്റേണമായിട്ടും ബാക്കിൽ വെർട്ടിബ്രൽ കോളവുമായിട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ 7ാമത്തതിൻ്റെ ബാക്കിയായിട്ട് അല്ലെങ്കിൽ 7ാമത്തതിൽ നിന്നും ബ്രാഞ്ച് പോലെ 8, 9, 10 ഇങ്ങനെ കാണപ്പെടും. ഇവരും ബാക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, ഫ്രണ്ടിൽ സ്റ്റേണമായിട്ട് അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ 7ൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഇവർ കാണപ്പെടും, 7ൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഇവർ കാണപ്പെടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 9ഉം 10ഉം 11ഉം വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് വന്നിട്ട് ഇവിടെ വരെ വന്നങ്ങ് അവസാനിക്കും, ഫ്രണ്ടിൽ അതിന് കണക്ഷനേ ഉണ്ടാവില്ല, ഇങ്ങനെ വന്ന് അവസാനിക്കും. അപ്പോൾ അവരെ നമ്മൾ എന്ത് വിളിക്കും? ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് വിളിക്കും, ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തോറാസിക് വെർട്ടിബ്രയും റിബ്സും അതുപോലെ തന്നെ സ്റ്റേണവും ഇവർ 3 പേരും കൂടെ ബാക്കിലുള്ള 12 തോറാസിക് വെർട്ടിബ്രയും ഇവിടെയുള്ള സ്റ്റേണവും ബാക്കി റിബുകളും കൂടെ കൂടി ചേർന്നിട്ട് നമ്മൾ എന്ത് വിളിക്കും? റിബ് കേജ് എന്ന് വിളിക്കും. അതിനകത്താണ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, നമ്മുടെ ഹാർട്ടും ലങ്സും പോലെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ ഓർഗൻസിനെ സൂക്ഷിച്ചു വെക്കുന്നത്. തോറാസിക് വെർട്ടിബ്രേ, റിബ്സ്, സ്റ്റേണം എല്ലാം കൂടെ കൂടിയിട്ട് ഒരു കേജ് പോലെ ഫോം ചെയ്യും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? റിബ് കേജ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? റിബ് കേജ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ റിബ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, മൊത്തം 12 പേരാണ്. ആദ്യത്തെ 7 പേരിനെ നമ്മൾ ട്രൂ റിബ്സ് എന്ന് വിളിക്കും. ഇതുവരെ വരുന്നതാണ് ആദ്യത്തെ 7 പേർ. 1, 2, 3, 4, 5, 6, 7 പേർ സ്റ്റേണമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം 8, 9, 10 അല്ലേ, സോറി ഇത് 7ആണ്. 8, 9, 10 3 പേര് ഫ്ലോട്ടിങ് ഫോൾസ് റിബ്സ്. അത് കഴിഞ്ഞ് 11ഉം 12 ഇവിടെ വരെ വന്നിട്ടുള്ളൂ. നോക്കൂ, ഇവിടം വരെ വന്നിട്ടുള്ളൂ, ഫ്രണ്ടിൽ കണക്ട് ചെയ്തിട്ടില്ല. ഇവരെ നമ്മൾ എന്ത് വിളിക്കും? ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ പേരും കൂടെ നിങ്ങൾ ഓർക്കുക. റിബ് കേജ് ഫോം ചെയ്യുന്നത് സ്റ്റേണവും തോറാസിക് വെർട്ടിബ്രയും, സ്റ്റേണവും തോറാസിക് വെർട്ടിബ്രയും അതുപോലെ തന്നെ നമ്മുടെ
റിബ്സും, ഈ 12 പെയർ റിബ്സും കൂടെ ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? റിബ് കേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിബ്സും പഠിച്ചു, അതുപോലെ തന്നെ നമ്മുടെ എന്തും പഠിച്ചു, റിബ്സും പഠിച്ചു, നമ്മുടെ സ്കള്ളും പഠിച്ചു. അപ്പം നമ്മൾ ആക്സിയൽ സ്കെൽറ്റൻ്റെ മെയിൻ പോർഷൻസ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അപ്പെൻഡിക്കുലാർ സ്കെൽറ്റൻ ആണ്. അപ്പെൻഡിക്കുലാർ സ്കെൽറ്റൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് ക്ലിയർ ആയതിനു ശേഷം വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എനിക്കറിയാം കുറച്ച് പുതിയ ടേംസ് വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കുന്നതിന് ഗുണമുണ്ടാവും. ഓക്കെ, ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റിൽ ചോദിക്കുക. മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നോക്കാം. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും മനസ്സിലായാലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങളത് താഴെ പറയുക. നമ്മളതനുസരിച്ചിട്ട് അടുത്ത ക്ലാസ്സുകളിൽ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ടൈം. ഹാപ്പി ലേണിംഗ്. ബൈ.